നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു പുതിയൊരു മെറ്റീരിയലുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. റോയൽ ടെക്സിൻ്റെ നെറോ വാഷ്, ഇതാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന മെറ്റീരിയൽ. ഈ നെറോ വാഷ് എന്ന് പറഞ്ഞ മെറ്റീരിയൽ ഒരു ലൈം വാഷ് പോലത്തെ ഒരു പ്രൊഡക്റ്റാണ്. അതായത് ഒരു ഫോഗി എഫക്റ്റ് ആയിരിക്കും കൂടുതലും ഇതിൽ കിട്ടുന്നത്. ഇത് വൈറ്റ് ബേസ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് വരുന്നത്. ഇതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള കളർ ആഡ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാമോ. നമ്മൾ സാധാരണ ടെക്സ്ചർ ചെയ്യണ പോലെ തന്നെ, സിമെൻറ്റ് ഫിനിഷ് ഒക്കെ ചെയ്യണ പോലെ തന്നെ ഇതിനകത്ത് ആദ്യം ഒരു ബേസ് അടിക്കുക, അതിൻ്റെ മുകളിൽ ടോപ്പ് കോട്ട് വരിക. ആ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൽ ബ്രഷും സ്പോഞ്ചുമാണ് ഇതിൻ്റെ ടൂൾസ് വരുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വാള്. ഇത് പൊട്ടിയിട്ട് ഫിനിഷ് ചെയ്ത ഒരു ഭിത്തിയാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ബ്രൗൺ സ്റ്റോൺ എന്ന് പറയുന്ന കളറാണ് നമ്മളിതിൽ ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം പൊട്ടിയിട്ട് ഫിനിഷ് ചെയ്ത ഒരു ഭിത്തിയിൽ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഭംഗി. അപ്പോൾ ഇതിനൊരു ബേസ് കോട്ട് നമ്മൾ കൊടുത്തിട്ടാണ് ടോപ്പ് കോട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബേസ് കോട്ട് കൊടുക്കുന്നത് ഇപ്പോൾ ഈ ബ്രൗൺ സ്റ്റോൺ ആണ് നമ്മളൊരു കളർ എടുക്കുന്നതെങ്കിൽ അത് തന്നെ ലൈറ്റായിട്ട് ബേസ് കോട്ടിൽ അടിക്കുക. ബേസ് കോട്ട് മാക്സിമം പ്രീമിയം മാറ്റ് കളറിൽ അടിക്കുന്നതായിരിക്കും നല്ലത്. പ്രീമിയം കളറിൽ ഏത് വേണമെങ്കിൽ, അപ്പോൾ ഗ്ലോസി ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒന്നും ഉപയോഗിക്കാണ്ട് മാക്സിമം ബേസ് കോട്ട് അടിക്കുമ്പോൾ പ്രീമിയം മാറ്റായിട്ടുള്ള കളറിൽ ഈ സ്റ്റെയിനർ യൂസ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ ബ്രൗൺ സ്റ്റോൺ എന്ന് പറഞ്ഞ കളറാണ് എടുത്തേക്കണം. അപ്പോൾ ഇത് തന്നെ നമ്മൾ നെറോ വാഷിലും ഉപയോഗിക്കും, അത് തന്നെ ബേസ് കോട്ടിൽ ഉപയോഗിക്കാം. അങ്ങനെ അപ്പോൾ നിങ്ങൾ 1 ലിറ്ററിനുള്ള സ്റ്റെയിനർ മേടിക്കുമ്പോഴത്തേക്കും 1 ലിറ്ററിനുള്ള ബേസ് കോട്ടിനുള്ള സ്റ്റെയിനർ കൂടി മേടിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ടോപ്പ് കോട്ട് ഇടുന്ന കളറിനേക്കാളും ലൈറ്റ് ആയിരിക്കണം ബേസ് കോട്ട് അടിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ബ്രൗൺ സ്റ്റോൺ തന്നെയാണ് ബേസ് അടിക്കുന്നത്. അതിൻ്റെ മുകളിൽ വരുന്നത് കുറച്ചും കൂടി ഡാർക്കായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ടോപ്പ് കോട്ട് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, ബേസ് കോട്ട് അടിക്കുമ്പോൾ എപ്പോഴും ലൈറ്റായിട്ട് അടിക്കുക. അതിൻ്റെ മുകളിൽ നമുക്ക് ഏത് കളറാണോ വേണ്ടത്, ഇപ്പോൾ ബ്രൗൺ സ്റ്റോൺ ആണെങ്കിൽ ആ കളർ തന്നെ ഡാർക്കായിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ബ്രൗൺ സ്റ്റോൺ എന്ന് പറഞ്ഞിട്ട് കളർ ഒരു പ്രീമിയം എമൽഷനിൽ മിക്സ് ചെയ്തിട്ട് ബേസ് കോട്ടായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് ഷെയ്ഡ് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡായിട്ടാണ് അതിൻ്റെ ടോപ്പ് കോട്ട് വരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലൈറ്റായിരിക്കണം ബേസ് കൊടുക്കുന്നത്. ഇപ്പോൾ ഇത് ബേസ് 2 കോട്ട് അടിച്ച് നല്ല ഫിനിഷ് ചെയ്ത് നല്ല കവറിങ് ആയിരിക്കണം. നല്ല കവറിങ് ആയാലും നമുക്ക് അതിൻ്റെ മുകളിൽ പിന്നെ ക്ലൗഡ് ഭംഗിയായിരിക്കുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മുകളിലാണ് നമ്മുടെ നെറോ വാഷ് വരുന്നത്. അപ്പോൾ ഈ നെറോ വാഷിലേക്ക് നമ്മൾ സ്റ്റെയിനർ തന്നെ കുറച്ച് ആഡ് ചെയ്യുക. ഇതിൻ്റെ ഒരു പൊടിക്ക് ഡാർക്ക് മിക്സ് ചെയ്തിട്ട് ഒരു ഫോഗ് പോലെ ആക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ നെറോ വാഷിലേക്ക് മിക്സ് ചെയ്യുന്നത്. ബ്രഷും സ്പോഞ്ചുമാണ് നമ്മൾ ഈ മെറ്റീരിയൽ ഉപയോഗിക്കുന്നത്. ബ്രഷിന് കുറച്ചെടുത്തിട്ട് ഇതേപോലെ വെക്കുക. സ്പോഞ്ചിൽ നമ്മൾ വാഷ് ചെയ്യുക. നമ്മളൊരു വാള് ചെയ്യുമ്പോൾ ഒരു സൈഡിൽ നിന്ന് ചെയ്ത് വേണം പോകാനായിട്ട്. ഇതേപോലെ വീണ്ടും വെക്കുക. പഴയ കളറിലേക്ക് ഇതിൻ്റെ എഡ്ജിലേക്ക് നമ്മൾ കയറ്റി ചെയ്യാം, ജോയിൻസ് വരാത്ത രീതിയിൽ. നമ്മൾ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ബേസ് കുറച്ച് എടുത്ത് കാണണം, ടോപ്പും കാണണം. അപ്പോൾ ആ രീതിയിൽ വേണം നമ്മൾ ചെയ്യാനായിട്ട്. ബേസ് കാണണം, ടോപ്പും കാണണം. ആ രീതിയിൽ നമ്മൾ ചെയ്തു. മൊത്തത്തിൽ നമ്മൾ ഇതുപോലെ അടിച്ച് കവർ ചെയ്ത് കളയാതെ കുറച്ച് ബേസ് കുറച്ച് ടോപ്പ് അങ്ങനെ കാണുന്ന രീതി ചെയ്യുക. ഇതേപോലെ നമ്മൾ ബ്രഷിൽ തേച്ച് വെച്ചിട്ട് ആ ഒരു ഏരിയ ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടോ, ഒരു ഏരിയ ചെയ്യാനായിട്ട് നമുക്ക് അത്ര മതി. അപ്പോൾ അത്രയും തേച്ചാൽ മതി. പിന്നെ നമ്മൾ ഈ ബേസ് തെളിഞ്ഞ് വരാനായിട്ട് നമ്മൾ ബലം പിടിച്ച് പ്രസ് ചെയ്ത് അങ്ങനെ ചെയ്യണമെന്നില്ല. കാരണം നമ്മളൊരു ചെറിയൊരു പ്രസ്സിന് ചെയ്താൽ മതി. ഓട്ടോമാറ്റിക്കായി ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് ഫോഗ് വന്നോളും, ഡബിൾ ഷെയ്ഡ് വന്നോളും. ഭയങ്കരമായിട്ട് ലൈറ്റ് ഷെയ്ഡിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ അമർത്തി പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് അത് ഡ്രൈ ആയി പോകും. നമ്മളിവിടെ ചെയ്യുന്ന സമയത്ത് ഈ സൈഡൊക്കെ ഡ്രൈ ആയി പോകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ചെറിയൊരു പ്രസ്സിന് ഇങ്ങനെ വാഷ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ മാക്സിമം വാഷ് ചെയ്ത് പോകും. ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും ആ ഡബിൾ ഷെയ്ഡ് ശരിക്കും കണ്ടോളും.
വർക്ക് ഏകദേശം ഫിനിഷിങ് ഘട്ടത്തിലേക്ക് അയക്കണമെങ്കിൽ ഉണങ്ങി ഡ്രൈ ആയിട്ടുണ്ട് ഏകദേശം. അപ്പോൾ ഈ ഒരു ഫോഗായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇത് നമുക്ക് ഫോഗ് വേണ്ടവർക്ക് ഇത്രയും കൊടുക്കാം, ഇത്ര ഫോഗ് വേണ്ട കുറച്ച് മതിയെങ്കിൽ വേണമെങ്കിൽ നമ്മൾ ചെയ്യണ കൂട്ടത്തിൽ തന്നെ ഇച്ചിരി കട്ടിക്കാണ് ചെയ്തു പോകണമെങ്കിൽ ആ ഫോഗ് അത്രയും കുറയും. അല്ലെങ്കിൽ ഒരു സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ ഫോഗ് കുറച്ചും കൂടി കുറഞ്ഞ് കിട്ടും. അപ്പോൾ ഇത് ഏകദേശം ഉണങ്ങി വന്നിട്ടുണ്ട്, ഡ്രൈ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ഫോഗും കാര്യങ്ങളും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ ഇത് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. കമ്പ്യൂട്ടർ സ്റ്റെയിൻ കടകളിൽ കിട്ടുന്ന സ്റ്റെയിനർ, എമൽഷനിൽ തന്നെ മിക്സ് ചെയ്യുന്ന സ്റ്റെയിനറിനകത്തും മിക്സ് ചെയ്യാവുന്നതാണ്. നമ്മൾ തരുന്നത് വൈറ്റ് ആയിരിക്കും ബേസ്. അപ്പോൾ ആ ബേസിൻ്റെ കളർ തന്നെ നിങ്ങൾ ലൈറ്റ് ആക്കിയിട്ട് പ്രീമിയത്തിൽ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ നമുക്ക് ടോപ്പ് കോട്ട് ഇത് ചെയ്യാം. അപ്പോൾ രണ്ട് മെത്തേഡുകൾ. ആദ്യം നമ്മൾ ബേസ് കോട്ട് പ്രീമിയം അടിക്കുക, സെക്കൻഡ് കോട്ട് ഇത് അപ്ലൈ ചെയ്യുക, വാഷ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഒരു 2 കോട്ടോടുകൂടി പരിപാടി തീരും. പിന്നെ ഇതിന് മുകളിൽ ക്ലിയർ കോട്ടോ വേറെ ഒന്നും വരുന്നില്ല. കാരണം ഇത് മാറ്റായിട്ട് തന്നെ നിൽക്കുന്നതായിരിക്കും ഭംഗി. ഏകദേശം ഒരു ഫോഗി എഫക്റ്റ് പഴയ ഒരു ഭിത്തിയുടെ ഒരു വിൻറ്റേജ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലും ഈ മെറ്റീരിയൽ ഉപയോഗിക്കുന്നത്. ഇത് നിങ്ങൾക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള സർഫസിൽ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും റഫായിട്ടുള്ള എന്തെങ്കിലും മെറ്റീരിയൽ മാറ്റായിട്ടൊരു ലുക്ക് കിട്ടണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇപ്പം നമ്മൾ കൂടുതലും ചെയ്യുന്നത് ഫിനിഷിംഗ് ആയിട്ടുള്ളൊരു വാള്, ഹെഡ് റെസ്റ്റുകൾ, പിന്നെ ഷോവാളുകൾ, അങ്ങനെ കൂടുതൽ നമ്മളൊരു ആൻറ്റിക് ലുക്ക് അല്ലെങ്കിൽ വിൻറ്റേജ് ലുക്കിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു മെറ്റീരിയൽ നമ്മളിപ്പോൾ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു പുതിയൊരു മെറ്റീരിയലായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.